ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഞാനത് മൂവ് കണ്ടിരിക്കുന്നു ഒരു മിനിറ്റ്. നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു ബോർഡ് ഉണ്ടാക്കുക. ബോർഡ് ഉണ്ടാക്കുക പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരും പേരുള്ളത്, കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റ് അടിച്ച എല്ലാവരുടെയും പേരുള്ള ഒരു ബോർഡ് ഉണ്ടാക്കുക. ആ ബോർഡിൻ്റെ പ്ലാങ്ക്സ് എന്ന് പറയുന്നത് സ്പ്രൂസ് പ്ലാങ്ക് ആണോ. സ്പ്രൂസ് ആകുമ്പോൾ ഒരു ഡാർക്ക് കളർ, പിന്നെ വെള്ള സൈൻ ബോർഡും. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. സ്പ്രൂസ് ലോഗ് വേറെ എവിടെ നിന്നെങ്കിലും കണ്ടുപിടിക്കണം. നമ്മൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ടാവുക. ബിർച്ച് ലോഗ് പിന്നെ അവിടെ ഉണ്ട്. ആ ക്രീപ്പർ ഒന്നും ക്രീപ്പർ പക്ഷേ ഇതിലത്തെ ക്രീപ്പർ കാണാൻ നല്ല രസമാണ് കേട്ടോ. അത് കണ്ടോ, ആ മൂവീനാണ് നല്ല രസമാണ്. അതാ നമ്മുടെ കുട്ടി പാത്തുക്കുട്ടി ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത്. ചാവും അത്? ഇല്ല പറക്ക സീനില്ല. ഈ കോപ്പർ തീരെ പോരാട്ടോ. കോപ്പർ ചവറ് പോലെ കിട്ടണോണ്ട് അത് വലിയ ഉപകാരമില്ല, ഡാമേജ് ഒന്നും കിട്ടുന്നുണ്ട്. എന്തായാലും നമുക്ക് ബിർച്ച് ലോഗ് പോയെടുക്കാം. ഞാൻ അടുത്ത വീഡിയോയിൽ ഈ ആഡോൺ കളയും, ആ വെള്ളത്തിനടിയിലുള്ളത്. കാരണം അതൊരു സുഖമല്ല കാണുമ്പോൾ. വെള്ളത്തിനടി പോകാൻ കണ്ടില്ല, ഒരു ഫോഗ് വേണം, നല്ല രസമുള്ളൂ. ഞാനത് നോക്കണം, അത് കളയണം. എന്തായാലും ബിർച്ച് ലോഗ് ഇവിടെ ഉണ്ട്. പിന്നെ മറ്റേ ട്രീൻ്റെ ഉണ്ടല്ലോ, ടെക്സ്ചർ കൂടി ഒന്ന് സെറ്റാക്കണം. ടീ എന്ന് പറഞ്ഞു ട്രീൻ്റെ കണ്ടോ, ഈ ലീവ്സ് വലിയ സുഖമല്ല കാണുമ്പോൾ, അത് മാറ്റണം. എന്തായാലും നമുക്ക് ഒരു കുറച്ച് ബിർച്ച് ലോഗ് കളക്ട് ചെയ്യാം, മറ്റേ സൈൻ ബോർഡിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ 25 ആൾക്കാരുടെ പേര് എനിക്ക് കിട്ടിയിരിക്കണം മൊത്തം. അവരുടെ മൊത്തം സൈൻ ബോർഡ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് ബിർച്ച് കണ്ടുപിടിക്കാം. ബിർച്ച് പിന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് സീനില്ല. പക്ഷേ ഈ മറ്റേ ലീഫിൻ്റെ ഇതുണ്ടല്ലോ, ടെക്സ്ചർ തീരെ പോരാ, വല്ല കട്ട ഒരുമാതിരി സുഖമല്ല കാണുമ്പോൾ. ഞാൻ ഇത് ലാഗ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി കമ്മിയാക്കി വെച്ചിരിക്കാം. നമുക്കിനി നേരെ സ്പ്രൂസ് ലോഗോ അല്ലെങ്കിൽ ഡാർക്ക് ഓക്ക് ലോഗോ അത് കണ്ടുപിടിക്കാൻ പോവാം. അതായിരിക്കും നല്ലത്. ഡാർക്ക് ഓക്ക് എന്നല്ല എൻ്റെ പേര്, ആ കറുത്ത സാധനത്തിൻ്റെ അത് തന്നെ. അത് കണ്ടുപിടിക്കണം. അതാകുമ്പോഴാണ് ബ്ലാക്കും വൈറ്റും കോമ്പോ മറ്റേ തിളങ്ങി നിൽക്കുള്ളൂ. അപ്പോൾ അതായിരിക്കും ബെറ്റർ. അപ്പോൾ അത് തപ്പി നോക്കാം. മിക്കവാറും എനിക്ക് കിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെയാണ് പറഞ്ഞാൽ, ഞാൻ തപ്പട സാധനം തീരെ കിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വാട്ടറിൻ്റെ ഇത് വലിയ സുഖലാണുമ്പോൾ ഈ ആഡോ ഞാൻ മിക്കവാറും കളയും. അത് വലിയ സുഖമല്ല. ഇവിടെ നിന്ന് 10 മിനിറ്റ് ഞാൻ സ്ട്രെയിറ്റ് നടക്കായിരുന്നു. അപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യാം. നടന്ന് നമ്മുടെ സ്പോൺ പോയിൻ്റ് എത്തി. കാരണം ഇവിടെ നമ്മൾ സ്പോൺ ആയിട്ടുണ്ടായിരുന്നു, ഈ ജംഗിള്. പെട്ടെന്ന് ഞാനത് കണ്ടപ്പോൾ സ്പ്രൂസിൻ്റെ വിചാരിച്ചു. പറഞ്ഞാൽ ആ വലിയ മരം ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ സ്പ്രൂസിൻ്റെ വിചാരിച്ചു. പിന്നെ മനസ്സിലായി ജംഗിൾ ലോഗും അത്ര വലുതാവുന്നു. ഈ ജംഗിൾ ലോഗ് കാണാൻ വലിയ ഗുമ്മില്ല. പറഞ്ഞൊരു ഓറഞ്ച് കളർ പോലെയാണ്. ഓറഞ്ചിൽ എന്താ പറയുക, കളർ ബ്ലൈൻഡ് ആയപ്പോൾ റെഡ്, ഈ മറ്റേ രക്തചന്ദ്രൻ ഉണ്ടല്ലോ പുഷ്പയിൽ വെക്കുന്നത്, ആ സാധനം പോലെയാണ്. അത് നമുക്കൊരു മേനുണ്ടാവില്ല ഇത് കാണുമ്പോൾ. അപ്പോൾ അത് എടുത്തിട്ട് കാര്യമില്ല. ഇതൊരു കണ്ടോ, ഞാൻ ഈ ഇരുട്ടത്ത് കൂടെ പോകുമ്പോണ്ടില്ല, ഇതിൻ്റെ ചുറ്റും മാത്രമേ വിളിച്ചിട്ടുണ്ടാവുള്ളൂ. കാരണം ഇതൊരു ചീറ്റ് ഉപയോഗിക്കണ പോലെയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആഡ് ഓൺ ആണിത്. ആ മറ്റേ തലയിൽ ടോർച്ചുള്ളത്. നമ്മൾ ഇരുട്ടത്ത് പോകുമ്പോൾ ഒരു വെളിച്ചമുള്ള പോലെ ഉണ്ടാവും. നമ്മുടെ ചുറ്റും മാത്രം, ഫുള്ളുണ്ടാവില്ല. ഫുള്ളുണ്ടെങ്കിൽ ഒരുമാതിരി സുഖം ഉണ്ടാവില്ല. നമ്മൾ നടക്കുന്നിടത്തേനും വെളിച്ചം വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വെച്ചത്. അപ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ആരോ ഒരാൾ പറഞ്ഞിരുന്നു അത് എടുത്ത് മാറ്റാൻ. പക്ഷേ നോക്കി നോക്കാം. പിന്നെ അങ്ങോട്ട് 10 മിനിറ്റ് നടത്തം തന്നെയായിരുന്നു. പറഞ്ഞാൽ ഇതിൽ നടത്തം തന്നെ ഉള്ളൂ ഇന്ത്യയിൽ. പറഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ തീരെ ലക്കില്ല. ഞാൻ എന്താ, ഞാൻ ഒരേ സ്ഥലം കടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. പറഞ്ഞാൽ കണ്ട സ്ഥലം തന്നെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായത്. പറഞ്ഞാൽ ഞാൻ പാത്തുവിനെ വീട്ടിലിരുത്താൻ മറന്നു. അഡ്വഞ്ചറിന് സാധാരണ പാത്തുവിനെ കൊണ്ടുപോകാറില്ല. പക്ഷേ ഈ പാത്തു ഇന്നെ ജീവിതത്തിൽ ഇട്ടിട്ട് പോയി, ഇതിലും ഇട്ടിട്ട് പോകുന്നാവോ. കാരണം പറഞ്ഞാൽ ഒന്നാമത് ലാവാപ്പൂളും അതൊക്കെ ഉള്ളതാണ്. പിന്നെ ഏതിലൊരു മോബ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാത്തു ഇവിടെ പാത്തു പിന്നുണ്ടാവും. ഉണ്ട് പിന്നുണ്ട് സീനില്ല. പറഞ്ഞാൽ എങ്ങനെയായാലും ചാവും, അതാ സീന്. ഏതെങ്കിലും സ്കെലിട്ടൻ വന്നിട്ട് എയർ വിട്ടിട്ട് അതിൻ്റെ മുഖത്ത് കൊണ്ടാലേ. എന്തായാലും ഷുഗർ കേൻ കുറച്ചെടുത്ത് വെക്കാം, അവിടെ നടക്കാം. ഇപ്പം മനസ്സിലായി ആഡോണ്ട പ്രശ്നം. കണ്ടോ, ഉള്ളിൽ മൊത്തം ഒരു ഫുള്ള് വെളിച്ചായിട്ടൊരു സുഖമില്ല. ഇത് മിക്കവാറും കളയും, എന്തായാലും കളയും. ഒരു ചീറ്റ് കോഡ് ഉപയോഗിക്കണ പോലെ ഉണ്ട്, വലിയ രസമല്ല. ഞാനതെന്തായാലും അടുത്ത ഇതിൽ കളയുണ്ടാവും. എന്നിട്ട് കുറച്ച് സ്ട്രെയിറ്റ് നടന്നപ്പോഴേക്കും ബാഡ്ലാൻഡ് എത്തി. ഈ ബാഡ്ലാൻഡിൽ അത്യാവശ്യം നല്ല ബ്ലോക്കുകളുണ്ട് വീട് ബിൽഡ് ചെയ്യാനുള്ളത്. ഈ ബ്ലോക്ക് കോൺക്രീറ്റ് ആണോ, കോൺക്രീറ്റ് പൗഡറാണോ? ഞാൻ ഏതൊക്കെ യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇത് കോൺക്രീറ്റ് പൗഡറാണോ? അല്ലല്ല എന്ന് തോന്നുന്നു. സാൻഡാണ്. അപ്പോൾ കാര്യമില്ല. കോൺക്രീറ്റ് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് കിട്ടുന്നതാവോ. ഈ ബാഡ്ലാൻഡ്സിൽ കുറേ മറ്റേ സാധനം ഉണ്ടാവും, എന്താ പറയുക, കേവ് എൻട്രൻസ് ഉണ്ടാവും. കേവ് എൻട്രൻസ് അല്ല, ആ റെയിൽ കാർട്ടുകളുണ്ടല്ലോ, അതിനെന്താ പറയുക, മൈൻ സ്ട്രിപ്പോ അതെന്താ പറയില്ലേ, ആ സാധനം ഇവിടെ കുറേ ഉണ്ടാവും. പറഞ്ഞാൽ കുറേ ഗുഹകളും ഉണ്ടാവും, കേവ് മൈനും. അതിൻ്റെ പേരെന്താണ് ആ മറ്റേ റെയിൽ പാളല്ലേ മൈൻ കാർട്ടൊക്കെ ഉള്ളത്,
കേവ് എൻട്രൻസ് ആണോ? മൈൻ ഷാഫ്റ്റ് അല്ലോ, അത് പേര് കിട്ടാനാണ്. മൈൻ ഷാഫ്റ്റ്. അപ്പോൾ വേണ്ട ഫുഡൊക്കെ അല്ലേ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ. അതോ പാത്ത് കാരണം ഇതാണ് ആകെ ഒരെണ്ണത്തിന് ഫ്രണ്ടാക്കിയതാ. പിന്നെ സാധാരണ ഞാൻ ഒന്നിനും ഫ്രണ്ടാക്കാറില്ല. പാത്ത് പോയി, അതിൻ്റെ ചിറക് എൻ്റെ കയ്യിലിരിക്കട്ടെ. ഇതാ ഞാൻ എങ്ങോട്ട് പുറത്തേക്ക് ഒന്നിനും കൊണ്ടുപോകാത്തത്. പറഞ്ഞാൽ ഇതാണ്ടോ, ഇത് എന്ത് പെട്ടിട്ട് ചത്തത്? കാക്ടസിൽ പെട്ടിട്ട്. എന്തായാലും പോയിട്ട് അയൺ തപ്പി നോക്കാം. അയൺ വേണം. പാത്ത് പോയി, സീനില്ല. പക്ഷെ കാക്ടസിൽ പെട്ടി ചത്തപ്പോഴാണ് ഒരുമാതിരി പറഞ്ഞോ. വെടി വെച്ച് ചത്താൽ പിന്നെയും സീനില്ലാന്ന് വെക്കാം. അല്ല അങ്ങനെയല്ല, ചത്ത സീൻ തന്നെയാണ്. പക്ഷെ വെടി വെച്ച് ചത്താൽ പിന്നെയും സീനില്ല വെക്കാം. തൈല് പെട്ടിട്ടേ. ഈ കോപ്പർ കൊണ്ട് മൈൻ ചെയ്ത് കിട്ടുമോ? ഇല്ലല്ല, അത് മൈനാവണം കണ്ടാൽ അറിയുന്നുണ്ട്, അത് കിട്ടില്ല. അപ്പം എന്തായാലും നമുക്ക് കുറച്ച് അയൺ കിട്ടും നോക്കിയോ. അയൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയൺ ആർമർക്കും മാറാം, ടൂൾസും ആക്കാം. ഈ കോപ്പർ ഉണ്ടല്ലോ തീരെ ശരിയല്ല. പറഞ്ഞാൽ ഇതൊരു സ്റ്റോൺ പോലെ തന്നെ ഉണ്ട്, കളർ മാറ്റിയ പോലെ. ഇവിടെയും കോപ്പർ തന്നെ ഉള്ളൂ, മൊത്തം കോപ്പറാണല്ലോ. അതുകൊണ്ട് ഞാൻ നടക്കുന്ന സ്ഥലത്ത് മാത്രമേ വിളിച്ചിട്ടുണ്ടാവുള്ളൂ. അതൊരു രസമുണ്ട്, പറഞ്ഞാൽ നമുക്ക് കളിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതോ ഇറ്റ്സ് എ സ്കെൽട്ടൺ, അത് കുഴപ്പമില്ല. അത് അടിച്ചു വിട്ടതിനാ സീനില്ല, അത് ചത്തോളം പെട്ടെന്ന്. സീനില്ലാത്ത കാര്യം. സോംബീസ് പക്ഷേ ഈ സ്ഥലത്ത് പ്രശ്നം കേട്ടോ. ആ പ്ലെയിൻ സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ചാടാൻ ഒരു സ്ഥലം ഉണ്ടാവില്ല. അവർക്കൊരു ഓട്ടോ ചാട്ടായിരിക്കും അവരുടെ. മറ്റേ ഈ ബെഡ് റോക്ക് ആയതുകൊണ്ട് സീനില്ല. ഇങ്ങനെ സ്പാം ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടേ പടപടേന്ന് അടിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ തൊടേന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അതോ പിന്നെ അവരുടെ അടി നരമ്പിൽ കൊള്ളുക. അതോ പെട്ടെന്ന് തോന്നുന്നു ഭ്രാന്ത്ര ക്രീപ്പർ വെച്ച് ഓതോ വൺ ഹേർട്ട്. ഇപ്പം ഏകദേശം തീരുമാനമായി തോന്നുന്നു. അതാണ് ഞാൻ എന്ത് തപ്പിയിട്ട് വന്നത്. മറ്റേ ഡാർക്ക് ഓക്കിലോക്ക് എവിടേക്കാണ് ഞാൻ എത്തിയത് ഇപ്പോൾ? അതാണ് എൻ്റെ പ്രശ്നം. ഇതിപ്പോൾ തിന്നതിന് എവിടുന്നേലും ഒരു സ്കെൽട്ടൻ്റെ വെടി കൊണ്ടാ തീർന്ന് നിലത്ത് വീഴും. എടാ എവിടേക്ക് പോയിട്ട് നിൽക്കുമ്പോൾ അയണൊക്കെ ഉണ്ട് ഫ്രണ്ട്. പക്ഷെ എടുക്കാൻ പറ്റില്ല ഉറപ്പാ. അത് അവിടെയും സോംബി 3 ബ്ലോക്ക് ബിൽഡ് ചെയ്തിട്ടിരിക്കുക, എന്നിട്ട് തിന്നാം. പക്ഷെ ഇപ്പോൾ പ്രശ്നമുള്ളത് എവിടുന്നേലും ഒരു സ്കെൽട്ടൻ വെടി വെച്ച് കഴിഞ്ഞാൽ തീർന്ന് ഉറപ്പാണ്, 100% തീർന്ന്. സ്കെൽട്ടൻ അല്ലാണ്ടിരുന്നു സോംബീസിനെ ഉള്ളൂ. അപ്പോൾ സീനില്ല, സ്കെൽട്ടനെ കാണാമല്ലോ. എത്ര കാണാൻ നോക്കടാ, 4 ജീവിക്ക് ഹാർഡ് മോഡനെ വെച്ചിക്കണ്. എത്ര കാണാൻ സോംബീസ് അറിയാം. അതും എന്തിനും ലൈഫ് പറയാൻ നോക്ക്. കുന്നുകൂടെ നോക്ക്. നമ്മൾ മറ്റേ നേർച്ച കരിയും മറ്റേ ചോറും അങ്ങനെ നിൽക്കില്ലേ, അതേപോലെ നിൽക്കണം. എത്ര ആൾക്കാരാ? 1 2 3 4 5 6 7 5 6 ഉള്ളൂ. സീനില്ല. ഇതിപ്പോൾ ഇവിടെ നിൽക്കലിന് ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. ഭ്രാന്ത് വീടിന് ലെങ്ത്ത് കൂടാൻ ഞാൻ കുറച്ച് സ്കിപ്പാക്കട്ടെ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ആയിട്ടാണ് അടി കൂടാൻ നോക്കിയപ്പോൾ നടന്നില്ല. അപ്പോൾ നിലത്ത് കൂടും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. തൽക്കാലം 4 ഹേർട്ടുള്ളതുകൊണ്ട് വലിയ സീനില്ല. എനിക്ക് ഈ അയണൊക്കെ മൈൻ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നടക്കില്ലേ. ഭ്രാന്ത് ഓടിക്കൊണ്ടിരിക്കുക, അതന്നെ ഉള്ളു വഴി. ഇത് എവിടെയൊക്കെ ഇപ്പോൾ സ്ഥലം? ഭ്രാന്ത്ര ബാക്കിൽ സോംബീസ് ഉണ്ട്. ക്രീപ്പറിനെ വലിയ പഠിക്കാനല്ല. ക്രീപ്പർ പറഞ്ഞാൽ അതോ ക്രീപ്പറെ പൊട്ടിപ്പോ ഒത്തോ 3.5 ആട്ടോ. ഭ്രാന്ത് എവിടെയെങ്കിലും പോയിട്ട് മുക്കിൽ പോയിരിക്കുക. ഇതിൽ മുക്കിൽ 2 ലൈഫ്. ഇപ്പം ഏകദേശം തീരുമാനമായി. ഏതിലും മുക്ക് കിട്ടിയാൽ അപ്പം തന്നെ പോടുക. ആരും പിന്നാലെ വരുമോ? ആരും വരില്ലല്ലോ. പോസാക്കിയിട്ട് ചിന്തിക്കുക എന്താ ഇപ്പം ചെയ്യേണ്ടത്. അതിന് ഏറ്റവും നല്ല വഴി പോസാക്കുക, ചിന്തിക്കുക. അപ്പം ഇനി ഇപ്പോൾ നമ്മുടെ അടുത്ത് ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് കൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് ഒളിക്കുക. ഏത് മുക്കിലപ്പോൾ പോവുക? മുക്കിൽ പോകണോ? ഒരു കുഴി ഒഴിച്ചാൽ അത്രയും നല്ലത്. കുഴി ഒഴിക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് കുഴിക്കുക. എന്നിട്ട് അവർ വരുന്നതിന് മുമ്പ് അവിടെ ബ്ലോക്കാക്കുക, ഫ്രണ്ടിൽ ബ്ലോക്കാക്കുക. അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ തലയിലെ ടോർച്ചില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്നും കാണില്ല. വീഡിയോ എടുക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ തലയിലെ ടോർച്ച് വെച്ച് തലയിലെ ടോർച്ച്. എനിക്ക് ഈ ആഡോൺ നല്ല ഇഷ്ടപ്പെട്ടു. ഈ ആഡോൺ നല്ല രസമാണ്. ഇനി ഇവിടെ ഇരിക്കാൻ കുറച്ച് നേരം ലൈഫൊന്ന് ഫുള്ളായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലൈഫ് ഫുള്ളായി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി. അപ്പോൾ അതന്നെ നല്ലത്. മൊത്തം സോംബീസാണല്ലോ, സോംബീസും സ്കെൽട്ടനും. ഇപ്പോഴും എന്താ അതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫുള്ളാക്കിയിട്ട് എന്താ പോകാരം? 2 ഹാർട്ട്. ഏതെങ്കിലും മുക്കിൽ പോയി കളിയാം. മിക്കവാറും അവർ പിന്നാലെ വരില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിവിടെ ബ്ലോക്ക് ചെയ്ത് ഞാൻ പോവാം. ഞാൻ മൈനി ആയിരിക്കില്ല.
അയൺ ആർമർ കിട്ടാണ്ട് ഞാൻ മൈനിയാൻ വരില്ല ഇനി. ആ ഉറപ്പാ ഞാൻ മൈനിയന്നല്ല ഉറപ്പാ. അഞ്ഞ് ഇത് എങ്ങനെയും വീട്ടിലേക്ക് പോയിട്ടേ നമുക്ക് ലോകം കണ്ടുപിടിക്കാൻ നോക്കാം. ഞാൻ എന്തിനാ വന്ന് ലോകം കണ്ടുപിടിക്കാൻ? ഇപ്പം ഞാനെന്താ ചെയ്യണേ? മൈൻ ചെയ്യുക. ഇത് ഇവിടുന്ന് തന്നെ ചത്തണ്ടല്ലോ, കളിക്കാനുള്ള മൂഡ് മൊത്തം പോകും. അപ്പം ഞാനിപ്പോൾ എപ്പോഴും 2 ലൈഫ് അതായിട്ടാണ് വരുന്നത്. നോക്കി നോക്കാം ഇനി ലൈഫൊന്ന് ഫുള്ളാക്കിയിട്ട് പോവുക. കാരണം മുകളിൽ അവിടെ എവിടെയെങ്കിലും സോംബി ഉണ്ടെങ്കിലേ സീനാവും. പറഞ്ഞാൽ ഒറ്റടി കൊണ്ട് ചാവേ. ഒരു സ്വാഡുള്ള ആളുണ്ടെങ്കിൽ ഒറ്റടി കൊണ്ട് ചാവും. കുറച്ച് നേരം സ്ട്രെയിറ്റ് മുകൾക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തം ബിൽഡ് ചെയ്യുക. ഇങ്ങനെ ഇത് ചെയ്യുക, മുകൾക്കാക്കുക, എന്നിട്ട് പിന്നെ ഇത് ചെയ്യുക. അതോ 2 സീനിൽ ജസ്റ്റ് മോബ്സ് വണ്ടറാന്ന് തോന്നുന്നു. മോബ്സ് വണ്ടറാന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇപ്പുറത്ത് കൂടെ പോയാൽ അറിയാൻ പറ്റും മോബ്സ് വണ്ടറാണോ. സ്റ്റെപ്പ് പോലെ ചെയ്യുക. അതാ ഇവിടെ ഒരു കുഴി ഉണ്ടല്ലോ. അതാ സീനായി. ഇത് പ്രശ്നമായി. സീനില്ല. 2 ലൈഫല്ല, 1.5 ഹാർട്ട്. ഭ്രാന്ത്. ഇനി എന്തായാലും സോമിനെ കണ്ടാൽ ദൂരത്ത് പോടുക, അല്ലെങ്കിൽ ആരോടെങ്കിലും കുഴിച്ചിട്ട് മാറിപ്പോവുക. ഇനി റിസ്ക് എടുക്കാൻ വയ്യ. പിന്നെ അങ്ങോട്ട് സ്ട്രെയിറ്റ് മോൾക്ക് മൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഈ ആഡ് കൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. പറഞ്ഞാൽ ഇടയ്ക്കൊരു മിന്നണ പോലെ ഉണ്ട്. അപ്പോൾ മോൾക്ക് മൈൻ ചെയ്തുകൊണ്ടിരിക്കുക, അതായിരിക്കും ബെറ്റർ. കണ്ടോ ഈ ബ്ലോക്ക് വെക്കുമ്പോൾ കണ്ടോ ഇത് ഒരു സിംഗിൾ ആളുണ്ടാക്കിയെന്ന് തോന്നുന്നു. അതൊരു ചെറിയ ടീം, അത് കാരണം തോന്നുന്നു. ഒരു അതോ ചത്തു എന്നാണോ ഉറപ്പായിട്ട് ഏകദേശം ഉറപ്പായി. ഇനി പോസാക്കിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. പോസാക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടി ചിന്തിക്കുക എന്താ ചെയ്യാൻ പറ്റുമെന്ന്. ഏറ്റവും നല്ല ഐഡിയ സേവ് ആൻഡ് കിറ്റ് അടിക്കുക. എന്നിട്ട് പിന്നെയും ഓപ്പൺ ആക്കുക. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ജീവനോട്, കുറച്ച് ഒരു തുള്ളി സമയം. ആ സമയം കൊണ്ട് ആ ബ്ലോക്കഡ് മൈനിയും നോക്കുക. പെട്ടെന്ന് മൈനൊക്കെ രക്ഷപ്പെട്ടു. ഒറ്റ മോനെ എവിടെ നിൽക്കണ നമ്മളിവിടെ നിൽക്കണേ. അടിയിലായിട്ട് ബ്ലോക്ക് ഉണ്ടല്ലോ. ഇനി ഫുള്ള് ലൈഫായിട്ട് അനങ്ങിയാൽ മതി. അത് നല്ലത്. ഒറ്റ ലൈഫാടാ എവിടെ നിൽക്കണേ? നമ്മുടെ പകുതി വില പുറത്ത്. എന്താ ചെയ്യുക? എത്ര ലക്ക്, എന്ത് ലക്കാണത്? എന്തിൻ്റെ ലക്കത്? നീ ഈ 2 ബ്ലോക്ക് വെച്ച് മൈൻ ചെയ്യുക, അത് നല്ലത്. അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ മറ്റേ സാധനം വരും. ആ സാധനം ഗ്രാവിന് തലയിൽ വേണ സീനാവും. കുറച്ചങ്ങോട്ട് മൈൻ ചെയ്തപ്പോൾ കണ്ടോ, നോക്കി നോക്കട്ടോ, നിങ്ങൾ നോക്കി നോക്ക്. കണ്ടാ കറക്റ്റാണ് മാറിപ്പോയതുകൊണ്ടില്ലേ? അതാണ് കാരണം 2 മൈൻ ചെയ്യണത് നല്ലതാട്ടോ. മുകളിൽ കയറി വരുമ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ. കാരണം അല്ലെങ്കിൽ അതിൽ പെട്ടാണ്ട് ചാവും. പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന്. കണ്ടോ ഈ ബ്ലോക്കിൽ കണ്ടില്ലേ 3 പറഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഹൈറ്റായി. നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെടും. ചില സമയത്ത് ഉണ്ടല്ലോ അതിന് മുകളിലൊരു 4 കൂടി ഉണ്ടെങ്കിൽ ചത്തു, നമുക്ക് അനങ്ങാൻ പറ്റില്ലെങ്കിൽ. അങ്ങനെ മുകൾക്ക് എത്തി ഞാൻ കുറേ കറങ്ങി. ഞാൻ കുറേ സ്കിപ്പ് ചെയ്യുക, കാരണം അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്തി ആവും. നിങ്ങൾക്ക് വീഡിയോ ലെങ്തി ആയിട്ട് വേണോ അതോ കുറച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് വേണോ? പറഞ്ഞാൽ എനിക്ക് ഈ ലെങ്തി ആയിട്ട് എടുക്കണതാണ് ഇഷ്ടം. ബട്ട് അതാകുമ്പോൾ എഡിറ്റ് ചെയ്യാൻ അത്ര പണിയില്ലേ, വെറുതെ ഡബ് ചെയ്താൽ മതി. അതാണ് ആലോചിക്കുന്നത്. ഞാൻ എന്തായാലും ഇത് കട്ട് ചെയ്യാം. ഞാൻ ഈ പോണ വഴിക്ക് ഒരു വില്ലേജ് ഉണ്ട്, ആ വില്ലേജ് ജസ്റ്റ് കാണിക്കുക, എന്നിട്ട് ഫുള്ള് സെറ്റാക്കാം. ഈ ഇരുട്ടത്തൊരു 3 മിനിറ്റ്, 3 ഒരു 5 മിനിറ്റോളം നടന്നപ്പോൾ ഒരു വില്ലേജ് ഉണ്ട് കണ്ടു. അത്യാവശ്യം ലക്ക് ഉണ്ട് കേട്ടോ. പറഞ്ഞാൽ ചാവാൻ കിടക്കുമ്പോൾ രക്ഷപ്പെട്ടു. 1.5 ഹാർട്ട്, 1 ഹാർട്ട്, 2 ഹാർട്ട്, അതിലൊക്കെ രക്ഷപ്പെട്ടിരിക്കണ്. അപ്പോൾ ഇത് ചത്ത് നമുക്ക് കളിക്കാൻ ഇൻട്രസ്റ്റ് പോയി. ഇവിടെ ഒരു വാട്ടർ സോഴ്സ് ബ്ലോക്ക് കാണാനില്ല കണ്ടോ. കറക്റ്റ് ഇവിടെ ആകുമ്പോൾ ഫുഡും ഉണ്ട് കണ്ടോ, ക്രോപ്സൊക്കെ നമുക്ക് എടുക്കാം, എന്നിട്ട് പോവാം. ഞാൻ പറയണേ ഞാൻ നേരിട്ട വില്ലേജ് നമ്മുടെ സ്ഥലത്തേക്ക് എത്തണേക്കാം. ഞാൻ പിന്നെ ഒരു തീരുമാനിച്ചു. പറഞ്ഞാൽ ഞാൻ അത്ര നടന്നിട്ട് ഞാൻ ഉദ്ദേശിച്ച ഒരു ബ്ലോക്കിലും കിട്ടിയില്ല. എനിക്ക് വേണ്ടത് ഡാർക്ക് ഓക്ക് ലോഗ് ആയിരുന്നു, അല്ലെങ്കിൽ മറ്റേ സ്പ്രൂസ് ലോഗ്. ഇത് 2 കിട്ടിയിലേക്ക്. ഞാൻ ഈ അക്കേഷ്യയിലും മറ്റേലും കടന്നിങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കാം അങ്ങോട്ടും. ആ വില്ലേജിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫുള്ള് ലൂട്ടിയിട്ട് അവിടുത്തെ അത്യാവശ്യം നല്ല ലൂട്ട് എടുത്തിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഇറങ്ങി. വീട്ടിലെത്തിയിട്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഓക്ക് ലോഗ് ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കുക, ബെർച്ച് ലോഗ് കൊണ്ട് സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ട് അതിലെല്ലാവരും പേര് ചെയ്താൽ. അതാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാന്. നമുക്ക് ഈ സ്ഥലം ആദ്യം സെറ്റാക്കി എടുക്കാം. കാരണം ഇവിടെ മറ്റേ പുതിയ അപ്ഡേറ്റ് ആ ലീഫ് വന്നുകൊണ്ടേ ലീഫ് കുറേ ഉണ്ട്. എന്താ പറയുക, ഉണങ്ങിയ സാധനം ഉണ്ടല്ലോ, ആ സാധനം കുറേ ഉണ്ട്. ആ സാധനമൊക്കെ സെറ്റാക്കണം. വെള്ളം ഒഴിച്ചുവിട്ടാൽ പോകുന്നു തോന്നണം, അത് നോക്കി നോക്കണം. ഇവിടെ അടുത്ത് വഴിമുടക്കായിട്ടുള്ള മരമൊക്കെ മുറിക്കാം. അപ്പോൾ അത് ബിൽഡ് ചെയ്യാനുള്ള സാധനം കിട്ടുമല്ലോ. എന്തായാലും അത്യാവശ്യം ബ്ലോക്ക് കൊണ്ടുവരും.
ഒരു സ്റ്റാക്കോളം നമുക്ക് ഓക്ക് ലോഗ് കളക്ട് ചെയ്യാം. നമുക്ക് അതിൻ്റെ പുറത്തൊരു ചെറിയ ഡിസൈനും കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ ഒരു മെനി ഉണ്ടാവില്ലേ, അപ്പോൾ ഈ അടുത്ത ലോഗൊക്കെ മുറിക്കാം, മരമൊക്കെ മുറിക്കാം, ഓക്ക് ലോഗ്. ഞാൻ കിട്ടുന്ന മരമൊക്കെ അവിടെ കൊണ്ടുപോയി പ്ലാൻ ചെയ്യാം. കാരണം എത്ര മരം കൊണ്ട് നോക്കാൻ വേണ്ടിയിട്ടേ കേട്ടോ. ഇപ്പോൾ എത്ര അങ്ങനെ സാപ്ലിങ് കിട്ടുന്ന അറിയോ. മറ്റേ ഇത് നോക്കി നോക്ക്, മറ്റേ സാധനം നോക്കി നോക്ക്, ആ ലീഫ് ഉണ്ട് 25 എണ്ണം ഇപ്പോൾ കയ്യിലുള്ളൂ. നീ കണ്ടു നോക്കി കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് നേരെ വെള്ളം ഒഴിച്ചിട്ട് മൊത്തം ലീഫ് കളയാം. എന്നാലാണ് നമുക്കിവിടെ മറ്റേ ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ നടുവിൽ വെച്ചതിനെ കൊണ്ടോ എത്ര ലീഫ് അറിയും ഭ്രാന്ത്. ഈ അപ്ഡേറ്റിന് ശേഷം ഭ്രാന്ത് ഈ ലീഫും വൃത്തിയാക്കേണ്ടി വരിക. സാധാരണ പണ്ട് ബ്ലോക്ക് മാത്രം മൈൻ ചെയ്താൽ മതിയായിരുന്നു. അതുകൊണ്ട് എത്ര ലീഫ് അറിയോ ഭ്രാന്ത്. അതായത് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ അതുവരെ കട്ട് ചെയ്യാം. നമുക്ക് തൽക്കാലം നമുക്കൊരു എന്താ പറയുക ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് കുറച്ച് സാധനം എടുത്തു നോക്കാം. കാരണം ലീഫൊക്കെ എടുത്തിട്ട് വലിച്ചെറിയുള്ളതാണ്. നമ്മുടെ ആ വേസ്റ്റ് ബില്ല് കൊണ്ടുവരണം. അപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലിടാം. എത്രങ്ങാനും ഡ്രൈഡ് ലീഫ് അറിയോ നോക്കി നോക്ക്. അതോ ആപ്പിൾ തിന്നുന്ന അനിമേഷൻ സൂപ്പർ ആയിട്ടാ. ഇത് കാണാൻ രസമുണ്ട്. നോക്കി നോക്ക് ആപ്പിൾ തിന്നുന്ന അനിമേഷൻ. ശരിക്കും മറ്റേ റിയൽ ലൈഫിൽ തിന്നണോന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അതാ നമ്മളിവിടെ വെച്ച മരം വളർന്നു. ഇവിടെ നമ്മൾ കുറേ ഇത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ വളർന്നു. അത് സീൻ്റെ അവിടെ ഇരുന്നോട്ടെ. ലീഫ് നമുക്ക് മൊത്തം എടുത്തുകൊണ്ട് വേണം. നടപ്പം എത്രയായി? ഏകദേശം 2 സ്റ്റാക്കായി. 2.5 സ്റ്റാക്ക്. ഇവിടുത്തെ ലീഫ് മൊത്തം വൃത്തിയാക്കണം. 1 മിനിറ്റ് കുറച്ചുകൂടി സ്കിപ്പ് ചെയ്യാൻ. വേണ്ടോ എത്രങ്ങാനും ലീഫ് അറിയോ? കണ്ടോ എത്രങ്ങാനും ലീഫ് അറിയോ? കുറേ ഉണ്ട് ഡ്രൈഡ് ലീഫ്. ഇതൊക്കെ കൊണ്ടുപോയി വേസ്റ്റിലിടാം. ഇതൊക്കെ കൊണ്ടുപോയി നമുക്കിവിടെ വേസ്റ്റ് ഡ്രോപ്പ് ചെയ്യാം. കണ്ടോ എത്രങ്ങാനും സ്റ്റാക്ക് ഉണ്ട്. 1 2 3 4 4 5 6 7 സ്റ്റാക്ക് ഡ്രൈ ലീഫ്. ഇത് പിന്നെ നമുക്ക് ഇവിടെ 5 മിനിറ്റ് കൊണ്ട് ഡീസ്പോണോട് സീനില്ല. നമുക്കിവിടെ കടന്നുറങ്ങാം. എന്നാൽ രാവിലെ എണീച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ നെയിം ബോർഡ് സെറ്റാക്കാം. അപ്പോൾ രാവിലെ എണീക്കട്ടെ. അപ്പോൾ രാവിലെ എണീച്ചു. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ബിൽഡ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് എടുക്കത്ത് കയ്യിൽ വെക്കാം. ഓക്ക് പ്ലാൻ കൊണ്ട് നമുക്ക് ആദ്യം ഒരു ബേസ് സെറ്റാക്കാം. ഒരു 1 2 3 4 എത്ര നോർമല്ല എന്തായാലും ഇതിൻ്റെ മുകളിൽ മൊത്തമാക്കാം. ഒരു 3 അല്ലി അല്ലെങ്കിൽ 4 അല്ലി ആക്കാം. 4 അല്ലി എന്ന് പറയുന്നത് 4 ഹൈറ്റ്. 3 ഹൈറ്റ് നോക്കി നോക്കാം. അതെങ്ങനെ കാണാൻ നോക്കി നോക്കാം ആദ്യം. 3 ഹൈറ്റ് രസം ഉണ്ടാവും. 3 ഹൈറ്റ് ഒരെണ്ണം കൂടി കൂട്ടണമായിരിക്കും ബെറ്റർ. നമുക്ക് അവിടുത്തെ വ്യൂ പോയി നോക്കി നോക്കാം. അവിടെ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ നോക്കി നോക്കാം. ഈ ഒരു അടിയത്തെ പ്ലാറ്റ്ഫോം വലിയ സുഖമില്ല. ആ പ്ലാറ്റ്ഫോം കൂടി ഒന്ന് സെറ്റാക്കാം. ഈ പ്ലാറ്റ്ഫോം കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റണം. ഇപ്പോൾ പ്ലാറ്റ്ഫോം വലിയ കുഴപ്പമില്ല. കാണുമ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഒരു ബ്ലോക്ക് ഹൈറ്റും കൂടി കൂട്ടുക, അതായിരിക്കും നല്ലത്. വിഡ്ത്തും കൂട്ടുക, ഹൈറ്റും കൂട്ടുക ഒരു ബ്ലോക്ക്, അതായിരിക്കും ബെറ്റർ. നമുക്ക് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവും, കാണുമ്പോൾ ഒരു മെന ഉണ്ടാവും. ഇനി നമുക്ക് നേരിട്ട് സൈൻ ബോർഡ് മൊത്തം പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ സൈൻ ബോർഡ്. ഇതിങ്ങനെ കുറച്ച് ലാഗ് ഉണ്ട്, എന്നാലും മൊത്തം പ്ലേസ് ചെയ്യാം. അങ്ങനെ മൊത്തം കഴിഞ്ഞു. നമുക്കിതിൻ്റെ സൈഡ് ഒരു ഡിസൈൻ കൊടുക്കാം. പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലോഗോ വെക്കുക. അപ്പോൾ രസം ഉണ്ടാവും കാണുമ്പോൾ. എന്നിട്ട് ഇങ്ങനെ കൊടുക്കണം. ഇങ്ങനെ ഒരു മോളിൽ തന്നെ വെക്കാം. അങ്ങനെ ഇപ്പുറത്തും ചെയ്യാം. അപ്പോൾ ഒരു കാണുമ്പോൾ ഒരു മെന വേണം, അല്ലാണ്ട് വേറൊരു ഒരു ബോർഡ് വെച്ച പോലെ വരുത്. പുറത്ത് കാണുമ്പോൾ രസം തോന്നണം. അപ്പോൾ വലിയ കുഴപ്പമില്ല കാണുമ്പോൾ. ഞാൻ 1 മിനിറ്റ് കുറച്ചുകൂടി ഡിസൈൻ നോക്കി നോക്കട്ടെ. എൻ്റെ ഇല്ലാത്ത ബുദ്ധിയിലൊരു ഐഡിയ വരുന്നുണ്ട്. ഞാൻ കുറേ വീഡിയോകൾ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റെയർ വെക്കുക, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇത് വെക്കുക. ഞാൻ പറഞ്ഞുതരാം, ഞാൻ കാണിച്ചു തരാം. മുകളിൽ സ്റ്റെയർ വെക്കുക, പിന്നെ ഫെൻസ് വെക്കുക. കണ്ടോ കാണുമ്പോൾ രസമല്ലേ? ഇപ്പോൾ ഒരു കുറച്ച് മെനുണ്ട് കണ്ടോ. കുറച്ചും കൂടി ഡിസൈൻ ചെയ്യാം. 1 മിനിറ്റ് മൊത്തം വെക്കുക. അതുണ്ടോ ഈ മോൾ ഭാഗം ഒരു കാലിയുള്ള പോലെ ഉണ്ട്, അവിടെ എന്തെങ്കിലും വെക്കണം. അവിടെ മോൾ ഭാഗം 1 മിനിറ്റ് നോക്കി നോക്കട്ടെ. ജംഗിൾ ലോഗിൻ്റെ സ്ലാബ് വെക്കാം. അപ്പോൾ ഒരു ഓറഞ്ച് പോലത്തെ ഓറഞ്ച് അല്ല, അതെന്താ കളറാണ് അത്? ഒരു രണ്ടിലും പെടാത്തൊരു കളറാകുമ്പോൾ ഒരു ടെക്സ്ചറിന് മാച്ച് ചെയ്യുന്നുണ്ട്. നോക്കി നോക്കണ്ട, കാണുമ്പോൾ ഒരു മെനുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്കൊരു സ്ട്രിപ്പ്ഡ് ലോഗോ വെക്കാം. സ്ട്രിപ്പ് ചെയ്തത് ആകുമ്പോൾ മറ്റേന്നൊരു വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ അതേപോലെ വെച്ച പോലെ ഉണ്ടാവും. ഇതുണ്ട്. അപ്പോൾ സ്ട്രിപ്പ് ചെയ്തതിനൊരു രസം ഉണ്ടാവും കാണുമ്പോൾ. മനസ്സിലായി? 1 മിനിറ്റ് മൊത്തം സ്ട്രിപ്പ് ചെയ്യാം. നമ്മൾ നോക്കണം മറ്റേ സാധനം സ്ട്രിപ്പാവരുത്. മറ്റേ സാധനം സ്ട്രിപ്പായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റില്ല. ഇനി നോക്കി നോക്കാം, ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ടാവും.
ഞാൻ വീട് പോലും ഇങ്ങനെ സാധാരണ ഡെക്കറേറ്റ് ചെയ്യാറില്ല കണ്ടോ. ഇനി ഇവിടെ ഒരു ലൈറ്റിങ്ങിൻ്റെ കമ്മി കൂടിയുണ്ട്. ലൈറ്റിങ്ങിൻ്റെ ഞാൻ ആദ്യം അതിൻ്റെ മുകളിൽ വെക്കാൻ വിചാരിച്ചു, പിന്നെ മനസ്സിലായി അതിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ല, പിന്നെ അടിയിൽ വെക്കാൻ തീരുമാനിച്ചു. പിന്നെ ഇങ്ങനെ ചുറ്റും ട്രാപ്പ് ഡോർ വെച്ചിട്ടേ ആകുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവും കാണുമ്പോൾ. ഞാൻ ഇത് കാണിച്ചു തരാം, ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതും കൂടി കൊണ്ടുവച്ചാൽ കറക്റ്റാവും. ഞാൻ കാണിച്ചു തരാം. എന്നുണ്ടോ ടുരു 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 വേണ്ട സാധനം ഇപ്പോൾ കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്കില്ലേ പന്നി കണ്ടോ. ഇതിനാവശ്യം എൻ്റെ ക്രിയേറ്റിവിറ്റി കേട്ടോ. ഇത് ഞാൻ എവിടെ നിന്നും എടുത്തതല്ല. ചില ഐഡിയാസ് ഞാൻ എടുത്തിട്ടുണ്ട്, പറഞ്ഞാൽ ആ സ്റ്റെയർ വെക്കണതും ബാക്കിയൊക്കെ എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് അവിടെ നിന്ന് ഇവിടുന്ന് കോപ്പി അടിച്ചാൽ പറയരുത്. അപ്പോൾ നമുക്ക് നെയിമിങ് ചടങ്ങിലേക്ക് പോവാം. ആദ്യത്തെ നെയിം സഹാദാണ്. അത് നമുക്ക് നടുക്കായിട്ട് അടിക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ എല്ലാവരും നെയിം കാണിക്കാൻ പറ്റില്ല, അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. ലാസ്റ്റത്തെ 5 നെയിം എത്തി. ശ്രീരാഗ്, പിന്നെ ഷാലുസ്റ്റെനിക്സ്. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നെയിം കമൻറ്റ് ചെയ്യാൻ മറന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമൻറ്റിൻ്റെ പേര് മാത്രം ഉൾപ്പെടുത്തുക. അതാകുമ്പോൾ അവർ നമുക്ക് സുഖമായിട്ട് കറക്റ്റ് കാണിക്കാൻ പറ്റും. ഇതിപ്പോൾ കുറേ പേരുള്ളതുകൊണ്ട് എല്ലാവരും ഉൾപ്പെടുത്താൻ പറ്റില്ല, കുറച്ച് പേരും ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ലാസ്റ്റത്തെ നെയിമായ സ്പെക്ട്ര കൊണ്ട് അടിച്ചു കഴിഞ്ഞു. അങ്ങനെ എൻ്റെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളതിൻ്റെ ഇത് കണ്ടിട്ടുണ്ടാവും, പറഞ്ഞാൽ കസ്റ്റമേച്ചൂരി കണ്ടിട്ടുണ്ടോ. ഞാൻ കൺട്രോളിൽ കളിക്കുന്നോട് അത് കാണാനില്ല. അപ്പോൾ ഉണ്ടോ എല്ലാവരുടെയും പേരുണ്ട് ഇതിൽ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ബ്ലോക്ക് മുകളിൽ കയറി നിൽക്കണമെങ്കിൽ കറക്റ്റ് കാണാൻ പറ്റും. 1 മിനിറ്റ്. ഞാൻ വാക്ക് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും പേര് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ പുതിയ 2-3 കമൻറ്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും, അപ്പോൾ സോറി. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് 2 കമൻറ്റ്, അതാകുമ്പോൾ അവർക്ക് 2 ആൾക്ക് കറക്റ്റ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ കുറേ പേരുള്ളതുകൊണ്ട് റാൻഡമായി കുറച്ച് ആൾക്കാർക്കാണ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കിട്ടിയുള്ളൂ, പറഞ്ഞാൽ വീഡിയോയിൽ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് അടിക്കുക. അപ്പോൾ ഗൈസ് ബൈ. അപ്പോൾ എന്താ പറയാൻ വന്നപ്പോൾ ഞാൻ ഒന്നുമില്ല. ബൈ. ശരി എന്നാൽ ഒരാഴ്ചയുടെ ഉള്ളിൽ കാണാം.